ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി ഒടുവിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണല്ലോ പോലീസ്. സിദ്ദിഖിന് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. കൊച്ചിയിൽ നിന്നും പ്രദീപ് ജോസഫ്, നമസ്കാരം. സിദ്ദിഖിന് വേണ്ടി അരിച്ചുപെറുക്കി അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. കാരണം ഇന്നലെ കൂടി പോലീസ് പറയുന്നത്, കൊച്ചി പോലീസ് പറയുന്നത്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലൊരു നിർദ്ദേശവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. ഏത് തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്? ഒരുപാട് അവാർഡുകൾ നേടി പ്രശസ്തനായ മലയാളികൾ ഏവരും അറിയുന്ന ചലച്ചിത്ര നടനായ സിദ്ദിഖ് ഒളിവിൽ പോയിട്ട് 48 മണിക്കൂർ പിന്നിടുകയാണ്. സിദ്ദിഖിനെ കുറിച്ച് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ പോലീസിന് കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇന്നലെ രാത്രി ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കുകയുണ്ടായി. പക്ഷേ പറയത്തക്ക വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതായത് സിദ്ദിഖ് ഒളിവിൽ പോയ ആദ്യ മണിക്കൂറുകളിൽ പോലീസ് കാണിച്ച ഒരു കണ്ണടയ്ക്കൽ അല്ലെങ്കിൽ ഒരു നിസ്സംഗതയാണ് സിദ്ദിഖ് ഇപ്പോൾ എവിടെ എന്ന് പോലീസിന്റെ റഡാറിൽ നിന്ന് സിദ്ദിഖ് മായാൻ കാരണമെന്ന് നിസ്സംശയം പറയാം. അതേസമയം അരിച്ചുപെറുക്കി തെരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഇന്നലെ സിദ്ദിഖിന് 2 വീടുകളാണ് ഉള്ളത്. ഒന്ന് കാക്കനാട് പടമുകളിൽ, മറ്റൊന്ന് ആലുവയിൽ. ഈ 2 വീടുകളിലും പോലീസ് എത്തിയിരുന്നു. പക്ഷേ കാര്യമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറയത്തക്ക വിവരമൊന്നും ലഭിച്ചുമില്ല. മാത്രമല്ല ഗേറ്റ് പൂട്ടിയിട്ടിരുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിൽ കയറാൻ സിദ്ദിഖിന് സാധിച്ചില്ല. സിദ്ദിഖിന്റെ ഡ്രൈവറെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇയാളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ വലിയ അരിച്ചുപെറുക്കിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ അത് പറച്ചിലിൽ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല നമുക്കറിയാം മറ്റു ചില കേസുകളിൽ, അതായത് കുട്ടികളെ കാണാതായ കേസുകളിൽ ഉൾപ്പെടെ കാണാതായ ഇതര സംസ്ഥാനക്കാരായ കുട്ടികളെ പോലും മണിക്കൂറുകൾക്കുള്ളിൽ തെരഞ്ഞുപിടിച്ച ചരിത്രം കേരള പോലീസിനുണ്ട്. അതുമല്ല കേരളത്തിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയതിനു ശേഷം ബംഗാളിലെ ഏറ്റവും അതിർത്തി ജില്ലയായ മൂർഷിദാബാദ് പോലുള്ള പ്രദേശങ്ങളിലേക്ക് പ്രതികൾ പോയാൽ അവിടെ പോയി അവരുടെ ഗ്രാമങ്ങളിൽ പോയി പ്രതികളെ പിടിക്കുന്നതാണ് കേരള പോലീസിന്റെ ശൈലി എന്ന് പറയുന്നത്. കേരള പോലീസ് ഒരിക്കലും കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ഒരു സേനയല്ല എന്ന് നമുക്കറിയാം. വളരെ പെട്ടെന്ന് പ്രതികളെ പിടിക്കുന്നതിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവരാണ്, കഴിവുറ്റവരാണ്. പക്ഷേ സിദ്ദിഖിലേക്ക് മാത്രം അന്വേഷണം എത്തുന്നില്ല, കണ്ടുപിടിക്കാനാവുന്നില്ല. അപ്പോഴും പറയുന്നു കേരളത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത എന്ന്.